മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് സോഷ്യൽ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുന്ന സമയമാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഷുവർ ആയിട്ടും ഒരു 90% നമുക്ക് കൊടുക്കാം, ഷുവർ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി വേണം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാതെ ആരും എന്ത് ചെയ്യരുത്, നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നമ്മുടെ മിഡീവൽ ഇന്ത്യ അല്ലെ, മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ പ്രത്യേകതകൾ, സവിശേഷതകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഷുവർ ആയിട്ട് നമുക്ക് ഒരു 90% കൊടുക്കാം, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അവിടെ? യെസ്, നമ്മുടെ സൽത്തനേറ്റ് ഭരണകാലത്താണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഫോം ചെയ്തത്. പിന്നെ അതിന്റെ മറ്റുള്ള ഫീച്ചേഴ്സ് ആണ്, അതിന് എന്തുണ്ടാവും, ഇതേപോലെയുള്ള ആർച്ചസ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെയുള്ള ഡോംസ് ഉണ്ടാവും, പിന്നെ വലിയ മിനാരറ്റ്സും അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്താം, ടർക്കിയിൽ നിന്നും അതേപോലെ തന്നെ പേർഷ്യയിൽ നിന്നും ആളുകൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ പിക്ചേഴ്സ് കൊണ്ട് ഈ വാളുകളൊക്കെ, ആ നിർമ്മിതികളുടെ വാളുകളൊക്കെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ മോട്ടാർ, റെഡ് സാൻഡ്സ്റ്റോൺ, അതേപോലെ മാർബിൾ ഒക്കെയാണ് ഈ നിർമ്മിതികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് പോലെ അതിവിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഗാർഡൻസ് കൂടി ഏതിന്റെ പ്രത്യേകതയാണ്? മിഡീവൽ ആർക്കിടെക്ചർ അല്ലെ. യെസ്, നമ്മുടെ ഏത് ആർക്കിടെക്ചർ ആണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. മിഡീവൽ ഇന്ത്യയിലെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ പ്രത്യേകതകളാണ്. അപ്പം ഇതിൽ നിന്ന് വന്ന ഫസ്റ്റ് നിർമ്മിതി ഏതാണെന്ന് അറിയോ? ഫസ്റ്റത്തെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ഫോം ചെയ്ത നിർമ്മിതി എന്ന് പറയുന്നത് കുത്തബ് മിനാർ ആണ്. അപ്പൊ ഈ പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതാ ചിലപ്പം ഈ നമ്മുടെ കുത്തബ് മിനാർ, ഹുമയൂൺസ് ടോം, താജ്മഹലിന്റെയൊക്കെ പിക്ചേഴ്സ് കണ്ടിട്ട് ഇത് ഏത് കാലഘട്ടത്തിൽ വന്നാണെന്ന് ചോദിക്കും. ഇതൊക്കെ ഏത് നിർമ്മിതികളാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ പിക്ചേഴ്സ് കൂടെ മക്കളെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇത്. യെസ്, നമ്മുടെ മിഡീവൽ വേൾഡിലെ അന്നത്തെ ഒരു പിരമിഡ് ഹൈറാർക്കി സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഏറ്റവും ടോപ്പിൽ അന്ന് ആരായിരുന്നു? രാജാവായിരുന്നു ഉള്ളത്. ആരാണ്? കിങ് ആയിരുന്നു ഏറ്റവും ടോപ്പിലുള്ളത്. കിങ്ങിന്റെ താഴായിട്ട് നമുക്ക് ആരുണ്ട്? ലോർഡ്സ് ഉണ്ട്. കിങ്ങിന്റെ താഴായിട്ട് ലോർഡ്സ്, പ്രഭുക്കന്മാരാണ് ഉള്ളത്. പ്രഭുക്കന്മാരുടെ താഴായിട്ട് ആരാണ്? ലെസർ ലോർഡ്സ്, ഇടപ്രഭുക്കന്മാരാണ് ഉള്ളത്. ആൻഡ് ഏറ്റവും താഴെ ലെയറിൽ ആരെയായിരുന്നു ഉണ്ടായിരുന്നത്? യെസ്, നമ്മുടെ കർഷകരാണ്, നമ്മുടെ ഫാമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈറാർക്കിയും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോമിലോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പ് സുപ്പീരിയർ അതോറിറ്റി എന്ന് പറയുന്നത് കിങ് ആണ്. അതിനുശേഷം ലോർഡ്സ് ഉണ്ട്, പിന്നെ ലെസർ ലോർഡ്സ് ഉണ്ട്, ഫാമേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉറപ്പിച്ചോ, ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, നമ്മുടെ എർത്ത്, മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചും ലോഞ്ചിറ്റ്യൂഡ്സിനെ കുറിച്ചും. ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊല. നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഇതേപോലെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ അക്ഷാംശം എന്ന് പറയുന്നത്. ഇതിന്റെ നടുവിലായിട്ടുള്ള ലൈനെ നമ്മൾ ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ലൈൻസിലെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? വെലോ എന്ന കോഡായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചത്? യെസ്, വെലോ. ഓക്കെ, വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ്, രേഖാംശം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ ലൈൻസ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈനാണ്. ഇതിന്റെ സെന്ററിലെ ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ലാറ്റിറ്റ്യൂഡ് ലൈൻസിന്റെ ഓരോ ഡിഗ്രീസ് ഏതാണെന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ മിഡിൽ നമുക്ക് 0 ഡിഗ്രി ആണ് ഭൂമധ്യരേഖ, ഇക്വേറ്റർ വരുന്നത്. അതിന് തൊട്ട് മുകളായിട്ട് 23 ഡിഗ്രി ഹാഫ് നോർത്തിൽ ആരുണ്ട്? ഉത്തരായന രേഖയുണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്. അതിൻ്റെ മേലെ ആയിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് ആർട്ടിക് സർക്കിൾ ഉണ്ട്. അതിന്റെ ഡിഗ്രി 66 ഹാഫ് ഡിഗ്രി ആണ്. ഇതേപോലെ താഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? 23 ഡിഗ്രി ഹാഫ്, 66 ഹാഫ് ഡിഗ്രി, 90 ഡിഗ്രി സൗത്ത് എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ആരാണുള്ളത്? ദക്ഷിണായന രേഖയുണ്ട്.
അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്, ആൻഡ് ഏറ്റവും താഴെ സൗത്ത് പോളും ഉണ്ട്. അപ്പം ഈ പോയിന്റ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചോദിക്കും, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭൂമിയിൽ മാർക്ക് ചെയ്യാനായിരിക്കും ചോദ്യം വരുന്നത്. പിടിച്ച ക്വസ്റ്റ്യൻ അപ്പൊ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ സെറ്റ് ആണെങ്കിൽ ഇതാ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് ഒരു 90% കൊടുക്കാം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.